ഇപ്പോൾ കേരളത്തിൽ ഒരു നേതാവിനെ കുറിച്ചാണ് പൂർണ്ണമായി തന്നെ ചർച്ച. അത് രമേശ് ചെന്നിത്തലയാണ്. ഇടക്കാലത്ത് അറിയാം NSSന്റെ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അങ്ങനെ അദ്ദേഹം ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇന്നലെയും ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഒരു മുരുകൻ ക്ഷേത്രത്തിലെത്തി, ഹരിപ്പാടിലെ മുരുകൻ ക്ഷേത്രത്തിലെത്തി കാവടി എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഇനി ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമെല്ലാം ചുമതല ഉണ്ടായിരുന്നു. അതിനെ ഫോളോ ചെയ്ത് കേരളത്തിലും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം വളർത്താനുള്ള ശ്രമമാണോ? എന്താണ് സംഭവിച്ചത്? അല്ല, രമേശ് ചെന്നിത്തല കടുത്ത ദൈവവിശ്വാസിയാണ്. രമേശ് ചെന്നിത്തല മാത്രമല്ല, ഇടതുപക്ഷത്തിലെ തന്നെ പല നേതാക്കന്മാരും ദൈവവിശ്വാസികളാണ്. ഒരു പ്രമുഖ നേതാവിൻ്റെ പേരിലാണല്ലോ കുറേ കാലം മുമ്പ് പൂമൂടൽ നടത്തിയത്. അപ്പോൾ അത് പലരും വിശ്വാസം തികച്ചും സ്വകാര്യമായ ഒരു കാര്യമാണ്. അല്ല, പക്ഷെ അവർ തലയിൽ മുണ്ടിട്ടല്ലേ വിശ്വാസികളാവുന്നത്. അത് പ്രശ്നം. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് കള്ളഷാപ്പിൽ കയറുന്ന പോലെ തലയിൽ മുണ്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഇവർക്ക് നേരെ ചെവി അമ്പലത്തിൽ. ഈ കാപട്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് കളഞ്ഞത്. ഞങ്ങൾ ദൈവവിശ്വാസികളാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റെന്താണ്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരൻ്റെ കാപട്യം അവസാനിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. മുസ്ലിം ലീഗിലെ ഒരു നേതാവ് ഉംറയ്ക്ക് പോയാൽ, മക്കയ്ക്ക് പോയാൽ ആർക്കും ഒരു പരാതിയില്ല. അത് മുസ്ലിം ലീഗിലാണെന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവ് ഉംറയ്ക്ക് പോയാലോ അല്ലെങ്കിൽ മക്കയ്ക്ക് പോയാലോ പ്രശ്നമില്ല. നേതാക്കൾ യാത്രയയപ്പ് നൽകും, വലിയ യാത്രയയപ്പും വരുമ്പോൾ സ്വീകരണവും നൽകും. അതേസമയം ഒരു ഹിന്ദു, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിക്കോട്ടെ കോൺഗ്രസ്സിലായിക്കോട്ടെ, അവർക്ക് വിശ്വാസമുള്ള ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതൊരു വാർത്ത നൽകുകയാണ്. ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം തന്നെ ഈ രമേശ് ചെന്നിത്തല കാവടി എടുത്തതിനെക്കുറിച്ച് ഇല്ലേ, ഒരു ചിത്രം തന്നെ ഉണ്ട്. ഓക്കെ, അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ചോദ്യം ഈ ചർച്ചയിലേക്ക് വരാനുള്ളൊരു കാരണം തന്നെ ഈശ്വരവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തിൽ നിൽക്കുന്ന ചില സങ്കല്പങ്ങളാണ് ഈ പ്രശ്നമാകുന്നത്. രമേശ് ചെന്നിത്തല കെട്ടുമുറുക്കി ശബരിമല ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അവിടെ തടവിൽ കിടന്നുകൊണ്ടാണ് വലിയ കൊയ്ത്തമ്പുരാന് അദ്ദേഹം ഈ സന്ദേശം എഴുതിയത്, മയൂര സന്ദേശം എഴുതിയത്. അപ്പോൾ വലിയ പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ നടക്കുന്ന വലിയൊരു ഉത്സവമാണ് ഈ തൈപ്പൂയ കാവടി. അപ്പോൾ കാവടി എടുക്കാൻ രമേശ് ചെന്നിത്തല പോയി എന്നുള്ളത് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നതിൻ്റെ ഒരു കാര്യം, ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ദൈവവിശ്വാസിയായ ഒരു നേതാവ് പോകുന്നതിന് വാർത്താമാധ്യമങ്ങൾ കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, ഇതിൻ്റെ പേരിൽ പിന്നീടുണ്ടാകാവുന്ന ഒരുമാതിരി മതസ്പർദ്ധ ഉണർത്തുന്ന ചർച്ചകളുമാണ്. ഉദാഹരണത്തിന് ഷാഫി പറമ്പിൽ വടകര നിന്ന് ജയിച്ചു. ഷാഫി പറമ്പിൽ വടകര നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ദൃഢപ്രതിജ്ഞയാണ് എടുത്തത്. ദൈവനാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തതിനെ വിമർശിച്ചത് AK ബാലനാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം, അത് പാർട്ടിക്കകത്ത് വളരെ സീനിയർ നേതാവാണ് AK ബാലൻ. അദ്ദേഹം നല്ല മന്ത്രിയായിരുന്നു, നല്ല രാഷ്ട്രീയ പ്രവർത്തകനുമാണ്, എനിക്ക് ബഹുമാനമുള്ള ആളുമാണ്. പക്ഷേ അദ്ദേഹം വിമർശിക്കാൻ കണ്ടെത്തിയ ഒരു വിഷയം, ഷാഫി പറമ്പിൽ ദൃഢപ്രതിജ്ഞ എടുത്തത് കേരളത്തിൽ അദ്ദേഹം വോട്ട് ചെയ്ത മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ AK ബാലൻ്റെ ഒരു നിലവാരം പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ മുമ്പ് തന്നെ കാഫിർ ഷോട്ട് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, അത് അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു വിവാദമാണ്. അങ്ങനെ CPM അങ്ങനത്തെ രീതിയാണോ അവർ ഫോളോ ചെയ്തു വരുന്നത്? യെസ്, ഞാൻ പറഞ്ഞു വന്നത് ആ രീതി ഫോളോ ചെയ്തു വരുന്ന CPM എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം രമേശ് ചെന്നിത്തല കാവടി എടുത്താണല്ലോ ചോദ്യം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല അടിസ്ഥാനപരമായ ദൈവവിശ്വാസിയാണ്. അത് ഒളിച്ചു പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാർ പോകുന്ന പോലെ തലയെ മുണ്ടുവിട്ട് അമ്പലത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് നേരെ പോകാം. ശബരിമല പോയിട്ടുണ്ട്. ശബരിമല ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ അദ്ദേഹം ശബരിമല പോയി ദർശനം നടത്തി. ഇപ്പോഴും കാവടി എടുത്തു. ഇതിനകത്തെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ വരെ ഈ ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നതും ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ഒരു പിന്തിരിപ്പനായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ ചിത്രം മാറി. BJP അധികാരത്തിൽ വന്നതോടുകൂടി ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കാനും അത് ഉറക്കെ പറയാനും, ഞാൻ ഹിന്ദുവാണെന്ന് നെഞ്ച് വിരിച്ചു നിന്ന് പറയുവാനുമുള്ളൊരു അവസരം ഉണ്ടായി. അതാണ് ഈ ഇതിൽ എത്ര സത്യസന്ധത ഉണ്ടെന്ന് സംശയമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു BJP ഭയോ ഇതിന് പിന്നിൽ കാണുമോ? അല്ല, അതിനകത്ത് BJPയെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല ഭയക്കേണ്ട കാര്യമില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഉറച്ച അടിത്തറ ഹരിപ്പാടുണ്ട്. പിന്നെ BJP ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ BJP ദുർബലമാണ്. BJPക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാണെങ്കിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം ഈ ഹരിപ്പാടും കായംകുളവും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം, കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ടല്ലോ.
ഹരിപ്പാട് മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴേ ശോഭാ സുരേന്ദ്രനെ എതിരായിട്ട് മത്സരിച്ച KC വേണുഗോപാലാണ്. നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴേ അവിടെ മത്സരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. രമേശിന് ആ മണ്ഡലത്തിലുള്ള ഒരു സ്വാധീനം മധ്യ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളിലുള്ള സ്വാധീനം നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പം അവിടെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ഹൈന്ദവ ആചാരവും ഹൈന്ദവ വിശ്വാസങ്ങളും മുറുകി പിടിക്കുന്നവരെ പിന്തിരിപ്പന്മാരാണെന്നും ക്ഷേത്രത്തിൽ പോകുന്നൊരു പിന്തിരിപ്പൻ ഏർപ്പാടുമാണെന്നും കാലാകാലങ്ങളിൽ നിലനിന്നിരുന്നൊരു വിശ്വാസത്തിനെ പൊളിച്ചെഴുതാൻ തുടങ്ങിയത് 2014 ശേഷമാണ്. BJP അധികാരത്തിൽ വന്നു. അതോടുകൂടി ചിത്രം മാറുകയാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കുംഭമേളയിൽ പോയി സ്നാനം നടത്തി, ഗംഗയിൽ മുങ്ങി സ്നാനം നടത്തി. ഇന്ത്യൻ പ്രസിഡൻ്റ് അവിടെ പോയി, നമ്മുടെ ഹോം മിനിസ്റ്റർ അവിടെ പോയി. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം അംബാനി അവിടെ പോയിരിക്കുകയാണ്, മുകേഷ് അംബാനി അവിടെ പോയിരിക്കുക, കുടുംബസമേതം അവിടെ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ ജോബ് സ്റ്റീവൻസിൻ്റെ ഭാര്യ അവരവിടെ പോയി കമല എന്ന പേര് സ്വീകരിച്ച് അവിടെ മുങ്ങി നമ്മുടെ ഗംഗയിൽ സ്നാനം നടത്തി. ഞാൻ പറഞ്ഞു വന്നത് ഈ ആചാരങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കിട്ടുന്നതിൻ്റെ പ്രത്യേകത ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നതാണ് ഈ ഹൈന്ദവ ആചാരങ്ങളൊക്കെ. കുംഭമേള എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ആചാരമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന തൈപ്പൂയ കാവടി അതെത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ആചാരമാണ്. ശബരിമല എത്രയോ വർഷമായിട്ട് നിൽക്കുന്ന ആചാരമാണ്. ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാനായി അതിൻ്റെ മതവിശ്വാസികൾ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒരു പിന്തിരിപ്പിന് ഏർപ്പാടാക്കി ചിത്രീകരിച്ച് കാണിച്ചിരുന്നതൊക്കെ വളരെ നിഗൂഢമായ താല്പര്യങ്ങളുള്ള നിക്ഷിപ്ത താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഐഡിയോളജിയും ഇവിടെ അപ്രസക്തമാവുകയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ജനതയുടെ ഒരു രാഷ്ട്രീയം വളർന്നു വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചാ വിഷയമായത്. മറ്റൊരു പ്രധാന കാര്യമുള്ളത് താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോൾ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കാൻ പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ 100% വിശ്വാസം മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ ഒരു മുന്നണി, അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതാണ്. അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോയത് ഉപരിതലത്തിലെ ചില ചലനങ്ങൾ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അടിയൊഴുക്ക്, ആ സമൂഹത്തിൻ്റെ ഇടയിലുള്ള അടിയൊഴുക്ക് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? കോൺഗ്രസ് ജയിക്കുമ്പോൾ മെഷീൻ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, കോൺഗ്രസ് നോക്കുമ്പോൾ മെഷീൻ മോശമാണെന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢിത്തമാണ്. രാഹുൽ ഗാന്ധി ജയറാം രമേശും ഒക്കെ ഉള്ള അല്പബുദ്ധികളാണ് ഇതൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ സാറ് തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് 2014 ശേഷമാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മാറ്റം. അത് കേരളത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നതായി തോന്നുന്നുണ്ടോ? കാരണം മുൻകാലങ്ങളിലെല്ലാം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കായിരുന്നു പ്രാധാന്യം. ഈ ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടിനെ കുറിച്ച് ആരും പരാമർശിക്കുന്നത് പോലും നാം പലയിടങ്ങളിലും കണ്ടിട്ടില്ല. ന്യൂനപക്ഷ വോട്ടിന് എന്ത് ലഭിക്കുമോ അവരെ എങ്ങനെ പ്രീണിപ്പിക്കാമോ എന്ന ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കേരളത്തിൽ ഉൾപ്പെടെ പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നേടണം, അങ്ങനെ നേടിയാൽ മാത്രമേ വിജയം നേടാൻ കഴിയുമെന്ന ചിന്ത ഇപ്പോൾ പല പ്രമുഖ പാർട്ടികൾക്കും വന്നിട്ടുണ്ടല്ലോ. സംശയിക്കേണ്ട കാര്യം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് 2019 പാർലമെൻറ്റ് ഇലക്ഷൻ. 2019 പാർലമെൻറ്റ് ഇലക്ഷനിലെ രണ്ടാം നവോത്ഥാനം നടത്തി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി വലിയൊരു മുന്നേറ്റം നടത്താം എന്നിവർ വിചാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഹിന്ദുക്കളാണ്. അതിലേറ്റവും കൂടുതൽ മെജോറിറ്റിയുള്ള ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ വോട്ട് ഒരു കുഴപ്പമില്ല അവർക്ക് കിട്ടും. ശബരിമല എതിർത്ത് കഴിയുമ്പോൾ രണ്ടാം നവോത്ഥാനം നടത്തി കഴിയുമ്പോൾ മുസ്ലിം വോട്ട് ഒന്നിച്ചവർക്ക് പോരും. ക്രിസ്ത്യാനി ശബരിമല എതിർക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇതൊന്നും സംഭവിച്ചില്ല. ഹിന്ദുക്കളുടെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ട ഹിന്ദു വോട്ട് CPM കൊടുത്താൽ BJPക്ക് കൊടുത്താൽ അത് CPM ശക്തിപ്പെടുത്തുമെന്ന് ഭയന്ന ഹിന്ദുക്കൾ ഇത് നേരെ UDF കൊടുത്തു. UDF കൊടുത്തത് ഒരു പൊളിറ്റിക്കൽ വോട്ടല്ല, CPM തോൽപ്പിക്കാൻ UDF കൊടുത്തതാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായത് ഇവർ വിചാരിക്കുന്ന പോലെ വിഡ്ഢിവേഷം കെട്ടി ഈഴവ സമുദായം എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കും എന്നുള്ള സങ്കല്പം തെറ്റാണ് എന്ന് ഒരു ഞെട്ടലോടെ മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയാൻ നിമിത്തമായത് 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. അതിനുശേഷം അവരുടെ നിലപാട് മാറിയില്ലേ? ഇപ്പോഴേ ഒരു സ്ത്രീ ശബരിമല ചെന്നാൽ പോലീസ് സെക്യൂരിറ്റിയിൽ അവർ കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതിനുശേഷം വന്ന സ്ത്രീകളെയൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്ത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പം ജനങ്ങളുടെ ജനതയുടെ വിശ്വാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഈ
പല പൗരത്വ ഭേദഗതിയുമായെല്ലാം ബന്ധപ്പെട്ടും മറ്റും മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നിലപാടായിരുന്നല്ലോ CPM-ന്. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് നടന്ന ബ്രാഞ്ച് തൊട്ടുള്ള സമ്മേളനങ്ങളിലെ ചർച്ചാ വിഷയം ഒന്നതല്ലായിരുന്നു. പല ബ്രാഞ്ചുകളിലും, പല ലോക്കൽ കമ്മിറ്റിയിലും, പല ജില്ലാ സമ്മേളനങ്ങളിലും ഉയർന്നു വന്ന വലിയ ശക്തമായ ഒരു ആരോപണം ദേശീയ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭീതി വിതയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ആർക്കും പൗരത്വം നിഷേധിക്കണമെന്ന് ദേശീയ പൗരത്വ നിയമം പറയുന്നില്ല. മറിച്ച് ചില ആളുകൾക്ക് പൗരത്വം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മതപീഡനം അനുഭവിച്ച് വരുന്ന ചില ആളുകൾക്ക്, അത് ബുദ്ധമതത്തിൽപ്പെട്ടവർക്ക്, ഹിന്ദുമതത്തിൽ, ക്രിസ്തുമതത്തിൽ, ജൈനമതത്തിൽ, ഇതിലൊക്കെ പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കണം. കാരണം അവരവിടെ അനുഭവിക്കേണ്ടി വന്ന പീഡനം മതത്തിൻ്റെ പേരിലാണ്. മതത്തിൻ്റെ പേരിൽ വിവേചനം അനുഭവിച്ച ആളുകൾക്ക് പൗരത്വം കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ മുസ്ലിങ്ങളെല്ലാം ഇവിടെ നിന്ന് പോകണമെന്നും കെട്ടുകെട്ടി പോകേണ്ടി വരുമെന്നും വ്യാജ പ്രചരണം, കള്ളം പറഞ്ഞാൽ, കാപട്യം കാണിച്ചാൽ, ഒരു ഘട്ടത്തിൽ, ഒരു സമയത്തേക്ക് ഒരു ജനതയുടെ മനസ്സിൽ കയറിപ്പറ്റാം, അല്ലെങ്കിൽ ചില വികാരങ്ങൾ ഉണർത്തിയെടുക്കാം എന്നതിനപ്പുറം അതിനൊരു ലൈഫില്ല. ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ഇവർ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ എത്ര ശതമാനം ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാകും എന്ന് 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം. അവർക്ക് മനസ്സിലായി, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവർ നിയമത്തിലില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം, അത് സുതാര്യമായിരിക്കണം, അത് വസ്തുനിഷ്ഠവുമായിരിക്കണം. അല്ലാതെ നിലപാട് സ്വീകരിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ പറ്റും. പക്ഷേ അതോടുകൂടി തീർന്നു. ബംഗാളിൽ അതാണ് സംഭവിച്ചത്. 33 വർഷത്തെ ഭരണം അവസാനിച്ചപ്പോൾ ഒരു MLA ആ നിയമസഭയിൽ ഇല്ല അവർക്ക്, ബംഗാളിലെ നിയമസഭയിൽ. അത് ആണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം രമേശ് ചെന്നിത്തല കാവടി എടുത്തു എന്നുള്ളതാണ് നമ്മൾ ചർച്ചയിലേക്ക് തുടങ്ങിയ ഒരു കാര്യം. ഞാനതാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വിശ്വാസം മൂടി വെക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ദൈവവിശ്വാസിയാണ്. അവിടെ പോയി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഈ കോൺഗ്രസിൽ ഒരു കുറിയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പത്മജ വേണുഗോപാൽ പറഞ്ഞപ്പോൾ നമുക്കതിനകത്ത് വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിൽ പോലും കുറച്ചു കാലമായി കോൺഗ്രസ്, പ്രത്യേകിച്ച് ഈ സോണിയാഗാന്ധിയുടെ നിയന്ത്രണത്തിലേക്ക് കോൺഗ്രസ് വന്നതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്തരിക്കുകയും ഒരു ഇറ്റാലിയൻ കോൺഗ്രസ് ഇന്ത്യയിൽ വരികയും ചെയ്തു. അത് വളരെ സത്യമാണ്. 10 കൊല്ലമായി ഇറ്റാലിയൻ കോൺഗ്രസ് വളരെ ഫലപ്രദമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഈ കാപട്യം തിരിച്ചറിഞ്ഞു. സോണിയാഗാന്ധി ആരാണെന്ന് തിരിച്ചറിഞ്ഞു, രാഹുൽ ഗാന്ധി ആരാണെന്ന് തിരിച്ചറിഞ്ഞു, ഇവരുടെ അജണ്ട എന്താണെന്ന് തിരിച്ചറിഞ്ഞു, നെഹ്റു കുടുംബം ഈ രാജ്യത്തോടെ ചെയ്ത അനീതി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു. തീർന്നില്ലേ കോൺഗ്രസിൻ്റെ ഇടപാട്? അവസാനത്തെ ഇലക്ഷൻ നടന്നത് ഇന്ത്യൻ തലസ്ഥാനത്താണ്. ഇന്ത്യൻ തലസ്ഥാനത്ത് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് 6% വോട്ടാണ്. 0 സീറ്റാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിച്ചു കഴിഞ്ഞു. ഇവർ സോണിയാഗാന്ധി വന്നതിന് ശേഷം ഒരു ഇറ്റാലിയൻ കോൺഗ്രസ്സാണ്. ഇറ്റാലിയൻ കോൺഗ്രസിൻ്റെ കാര്യസ്ഥന്മാരാണ് നമ്മളിവിടെ കാണുന്നതൊക്കെ. ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അപകടം തിരിച്ചറിയാൻ, പിന്നെ അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പരത്തുമെന്ന് സംശയമുണ്ട്. രമേശ് ചെന്നിത്തല BJP-ക്ക് പോകുമെന്നോ പോകത്തില്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്ക് ഏതാണ്ട് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ മുന്നേ നിർത്തി, സോണിയാഗാന്ധിയെ മുന്നേ നിർത്തിക്കൊണ്ട് ഒരു കുടുംബവാഴ്ച ഇന്ത്യയിൽ നടപ്പാക്കുന്നതിൻ്റെ സ്റ്റേറ്റിലെ ഏജൻസി ഏറ്റെടുത്താൽ അവസാനം അവർ നിൽക്കുന്ന അവരുടെ കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോവുകയും ഒരു പതനം അനിവാര്യമാണെന്നും കോൺഗ്രസ്സുകാരെ തിരിച്ചറിയാൻ തുടങ്ങി. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞതുപോലെ വിശ്വാസം സംരക്ഷിച്ചും വിശ്വാസിയായും ഒക്കെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ നിന്നാലും ജയിക്കാൻ കഴിയൂ എന്നുള്ളൊരു വാസ്തവം ഇപ്പോൾ കോൺഗ്രസ്സുകാരെ പലരും അത് തിരിച്ചറിയുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാരല്ല, കമ്മ്യൂണിസ്റ്റുകാരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ശബരിമല വിട്ടിട്ട് ഭക്തജനങ്ങളോടൊപ്പം കൂടിയത്. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിക്കുക, പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുക, വിശ്വാസിക്ക് ഈശ്വരവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും നിരീശ്വരവാദിക്ക് അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അവരവരുടെ സെക്ടറിൽ നിന്നാൽ മതി. അപ്പോൾ അവിശ്വാസിയായ എത്രയോ ആളുകളുണ്ട്. കോൺഗ്രസിൽ തന്നെ നിരീശ്വരവാദികളുണ്ട്, നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ആളുകൾ കോൺഗ്രസ്സിലുണ്ട്, ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നവരും കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇവരെ എല്ലാം ഉൾക്കൊള്ളുന്നൊരു പാർട്ടി ആയിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഇപ്പോൾ അവരുടെ അജണ്ട വേറെയാണ്. അപ്പം വിശ്വാസിയായ രാഷ്ട്രീയക്കാരൻ, അവൻ CPM-ലാകട്ടെ, CPI-യിലാകട്ടെ, കോൺഗ്രസ്സിലാകട്ടെ, അവിടെ ഉറച്ചു നിൽക്കാനും
അവിശ്വാസിക്ക് തൻ്റെ അവിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുമുള്ള സ്പേസ് കേരളത്തിലെ പൊതുസമൂഹം നൽകിയിട്ടുണ്ട്. അവിടെ പ്രവർത്തിച്ചാൽ മതി. ചെന്നിത്തലയ്ക്കായാലും ശരി അത് ചെയ്യാൻ പറ്റും. അദ്ദേഹം കാവടി എടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.